വന്നതു കണ്ടാളേ നിലമൊരുക്കിയതോനാണേ വെയിലു വന്നേ പാടം തെളിഞ്ഞേ കതിരു നന്നേ കാണണേ മലയാള കർഷകന്റെ വഴികാട്ടി കിസാൻ കൃഷിദീപം കിസാൻ കൃഷിദീപം കിസാൻ കൃഷിദീപം. നമസ്കാരം. ഉയർന്ന പോഷക മൂല്യങ്ങളുള്ള പാലും പാൽ ഉൽപ്പന്നങ്ങളും നമ്മുടെ ഭക്ഷണക്രമത്തിൽ നിന്നും ഒഴിവാക്കാനാവാത്ത ഘടകമാണ്. അതുകൊണ്ട് തന്നെ കൃഷിയോടൊപ്പം നാം മൃഗങ്ങളെയും പരിപാലിച്ചു വരുന്നു. പാലിന്റെ ആവശ്യം വർദ്ധിച്ചപ്പോൾ കൂടുതൽ ഉൽപാദനം ലക്ഷ്യമിട്ടുകൊണ്ട് ഡയറി ഫാമുകൾ ആരംഭിച്ചു. ആധുനിക കാലഘട്ടത്തിൽ ഡയറി ഫാമുകൾ ഒരു വ്യവസായ സംരംഭമായി വളർന്നു കഴിഞ്ഞു. ഡയറി ഫാമുകളിൽ പശുക്കളെ കെട്ടിയിട്ടും സ്വതന്ത്രമായും വളർത്താറുണ്ട്. പശുക്കളെ സ്വതന്ത്രമായി വളർത്തുന്ന രീതിയാണ് ഫ്രീ സ്റ്റോൾ സമ്പ്രദായം. തിരുവനന്തപുരം ജില്ലയിലെ അയിരൂരിൽ സഹോദരന്മാരായ ഹമ്മാദും ഹംലാദും അഷ്റഫും ചേർന്ന് നടത്തുന്ന അച്ചൂസ് ഡയറി ഫാമിൽ ഫ്രീ സ്റ്റോൾ സമ്പ്രദായത്തിലാണ് പശുക്കളെ പരിപാലിക്കുന്നത്. ഈ ഫാമിന്റെ വിശേഷങ്ങളാണ് കിസാൻ കൃഷിദീപത്തിൽ ഇന്ന്. കൃഷിയും മൃഗപരിപാലനവും ഒക്കെ കേരളീയരുടെ സംസ്കാരത്തിന്റെയും ജീവിതചര്യയുടെയും ഭാഗമായിരുന്നു. പുരയിട കൃഷിയും നെൽവയലുകളും വൈക്കോൽ തുറവും കന്നുകാലികളുമൊക്കെ നാട്ടിൻപുറങ്ങളിലെ സാധാരണ കാഴ്ചകളായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പാലിനായി നാം മൃഗങ്ങളെ പരിപാലിച്ചിരുന്നു. അധികമുള്ള പാൽ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ചെറിയ വരുമാനം കുടുംബത്തിന് ആശ്വാസമായിരുന്നു. പാലിന്റെ ഉപഭോഗം വർദ്ധിച്ചതോടുകൂടി മൃഗപരിപാലനം ഒരു തൊഴിൽ സംരംഭമെന്ന നിലയിലേക്ക് വളർന്നു. ചെറുതും വലുതുമായ ഒട്ടേറെ ഡയറി ഫാമുകൾ ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നു. ഫാം ഫ്രഷ് പാൽ കർഷകരിൽ നിന്നും സീൽ ചെയ്ത കുപ്പികളിൽ വാങ്ങി ഗുണഭോക്താക്കൾക്ക് നേരിട്ടെത്തിക്കുന്ന ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന വിപണന തന്ത്രം വിജയകരമായി പ്രാവർത്തികമാക്കുന്ന സംരംഭകർ ക്ഷീരമേഖലയിലുണ്ട്. അതോടൊപ്പം പാലിൽ നിന്നും തൈര്, സംഭാരം, സിപ്പപ്പ് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണനം നടത്തിക്കൊണ്ട് വിജയപാതയിലാണ് മലപ്പുറം ജില്ലയിലെ മണ്ണാർമല ഫാർമേഴ്സ് ക്ലബ്ബ്. ഡയറി ഫാമുകളിൽ നിലവിൽ പരമ്പരാഗത രീതിയിൽ പശുക്കളെ കെട്ടിയിട്ട് ആവശ്യമായ തീറ്റയും വെള്ളവും പരിചരണവും ഓരോ പശുക്കൾക്കും പ്രത്യേകം നൽകുന്ന ടൈ സ്റ്റാൾ സമ്പ്രദായമാണ് അനുവർത്തിച്ചു വരുന്നത്. ചുരുങ്ങിയ സൗകര്യങ്ങളിൽ പശുക്കളെ ഇപ്രകാരം വളർത്തുമ്പോൾ അവയ്ക്ക് അസ്വസ്ഥത ഉളവാക്കുമെന്നും അത് പാൽ ഉൽപാദനത്തെയും ആരോഗ്യത്തെയും ബാധിക്കുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത്തരം ഫാമുകളിൽ മൃഗപരിപാലനം, തീറ്റ നൽകൽ, കറവ എന്നിവയ്ക്ക് കൂടുതൽ തൊഴിലാളികളെ ആവശ്യമായും വരുന്നു. വ്യക്തിഗത പരിപാലനത്തിനാണ് ഇവിടെ മുൻഗണന നൽകുന്നത്. നിലവിൽ ഇത്തരം ഫാമുകളിൽ അനുവർത്തിക്കുന്ന തീറ്റക്രമവും ചെലവേറിയതാണ്. മറ്റേതൊരു സംരംഭത്തിന്റെയും കാര്യത്തിലെന്ന പോലെ ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഡയറി ഫാമുകളുടെ കാര്യത്തിലും അനുവർത്തിക്കേണ്ടത്. വിദേശ രാജ്യങ്ങളിൽ വളരെ നാൾ മുമ്പേ പ്രചാരത്തിലുള്ളതും ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അത്ര പ്രചാരം സിദ്ധിച്ചിട്ടില്ലാത്തതുമായ ഒരു പരിചരണ രീതിയാണ് ഫ്രീ സ്റ്റാൾ സമ്പ്രദായം. പശുക്കളെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിക്കുന്ന ഫ്രീ സ്റ്റാൾ സമ്പ്രദായം ചെലവ് ചുരുക്കുന്നതിന് ഒരു മാർഗമായി അവലംബിക്കാവുന്നതാണ്. ഈ സമ്പ്രദായത്തിൽ ഡയറി ഫാം വിജയകരമായി നടത്തിക്കൊണ്ട് മാതൃകയാവുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ അയിരൂരിൽ അച്ചൂസ് ഡയറി ഫാം നടത്തുന്ന ഹമ്മാദ്, ഹംലാദ്, അഷ്റഫ് എന്നീ സഹോദരങ്ങൾ. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഇവർ നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്ന ആഗ്രഹമാണ് ഈ സംരംഭത്തിന് പ്രചോദനമായത്. ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച ഇവർ ചെറുപ്പം മുതലേ വീട്ടിലെ പശുക്കളെ പരിപാലിക്കുന്നതിൽ തൽപരരായിരുന്നു. ചില പരിശീലന പരിപാടികളിൽ പങ്കെടുത്തതും ഡയറി ഫാം തുടങ്ങുന്നതിന് പ്രേരണയായി. സാധാരണ ഡയറി ഫാം എന്ന രീതിയിൽ 2008 ആരംഭിച്ച് ഇപ്പോഴത്തെ ഫ്രീ സ്റ്റാൾ രീതിയിലേക്ക് വന്നിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു.
മൃഗസംരക്ഷണ മേഖലയിലെ വിദഗ്ധനായ ഡോക്ടർ മുരളീധരൻ നായരുടെ ഇടപെടലാണ് ഈ സമ്പ്രദായത്തിൽ ഫാം സജ്ജീകരിക്കുന്നതിന് പ്രചോദനമായത്. ഇതിലെ പ്രധാന തത്വം ഗ്രൂപ്പ് മാനേജ്മെന്റ്. ഗ്രൂപ്പ് മാനേജ്മെന്റ് വെച്ചാൽ ഒരേ തരത്തിലുള്ള പശുക്കളെ ഒന്നിച്ചു ചേർത്തിട്ട് മാനേജ് ചെയ്യുന്ന രീതിയാണ്. ഒരു ഗ്രൂപ്പിന് വേണ്ട തീറ്റ കൃത്യമായി കണക്കാക്കിയെടുത്ത് അത് വില ഏറ്റവും കുറയ്ക്കുകയും അതിൻ്റെ ഗുണമേന്മ ഏറ്റവും കൂട്ടുകയും ചെയ്യുന്ന രീതിയിലുള്ള തീറ്റ കൊടുക്കുക. ഒരേ തരത്തിലുള്ള പശുക്കൾ ഒന്നിച്ച് വളർത്തുക. അതുകൊണ്ട് തന്നെ ജോലി വളരെ എളുപ്പമാക്കുക. ഇൻപുട്ട് കോസ്റ്റിൻ്റെ ചിലവ് വളരെ കുറയ്ക്കുക. അതേസമയം വരുമാനം പരമാവധിയാക്കുക, മാക്സിമം ആക്കി മാറ്റി കിട്ടുകയാണ് ഇതിൻ്റെ എസൻസ് എന്ന് പറയാം. ഉയർന്ന മേൽക്കൂരയാണ് ഈ ഗോശാലയുടെ പ്രത്യേകത. വിവിധ നിരകളായാണ് മേൽക്കൂര ക്രമീകരിച്ചിരിക്കുന്നത്. ആയതിനാൽ വായുസഞ്ചാരം കൂടുതലായിരിക്കും. കടുത്ത വേനലിൽ പോലും തൊഴുത്തിൽ ചൂട് അനുഭവപ്പെടുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കൂടാതെ തൊഴുത്തിന്റെ 4 ഭാഗവും തുറന്നു കിടക്കുന്ന നിർമ്മാണ രീതിയാണ് അനുവർത്തിച്ചിരിക്കുന്നത്. ഇത് സ്വതന്ത്രമായ വായുസഞ്ചാരം സാധ്യമാക്കുന്നതിനാൽ ഇവിടെ എത്തുന്നവർക്ക് സാധാരണ ഡയറി ഫാമുകളിൽ നിന്നും വ്യത്യസ്തമായി രൂക്ഷഗന്ധം അനുഭവപ്പെടാറേയില്ല. ഫ്രീസ്റ്റാൾ സമ്പ്രദായത്തിൽ ഓരോ പശുക്കളെയും പ്രത്യേകം പരിപാലിക്കുന്നതിനു പകരം ഒരേപോലുള്ള ഒരു കൂട്ടം പശുക്കളെ ഗ്രൂപ്പ് മാനേജ്മെന്റ് സമ്പ്രദായത്തിലാണ് പരിചരിക്കുന്നത്. പശുക്കൾക്ക് ആവശ്യാനുസരണം ഭക്ഷണം കഴിക്കുന്നതിനും സ്വൈരമായി വിഹരിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനുമൊക്കെയുള്ള സൗകര്യം ഇവിടെയുണ്ട്. പശുക്കൾക്ക് പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ക്യൂബിക്കിളുകളിലോ തുറന്ന സ്ഥലത്തോ കിടന്ന് വിശ്രമിക്കാം. കറവമാടുകളെ സംബന്ധിച്ച പഠനങ്ങളനുസരിച്ച് കൂടുതൽ സമയം കിടക്കുന്ന മൃഗങ്ങൾ കൂടുതൽ അയവിറക്കുകയും കൂടുതൽ പാൽ നൽകുകയും ചെയ്യുന്നു. പശുക്കൾ കിടക്കുമ്പോൾ കൂടുതൽ സ്ഥലം ലഭ്യമാകുന്ന രീതിയിലാണ് ക്യൂബിക്കിളുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. GI പൈപ്പുകൾ ഉപയോഗിച്ചാണ് സ്റ്റാൾ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 12 പശുക്കളെ വീതം പരിപാലിക്കാവുന്ന 2 സ്റ്റാളുകളാണ് പ്രവർത്തനക്ഷമമായിരിക്കുന്നത്. പ്രോജക്ട് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് 68 പശുക്കളെ ഈ ഫാമിൽ പരിപാലിക്കാനാകും. നിലവിൽ കറവയുള്ള 15 പശുക്കൾ ഉൾപ്പെടെ 20 ഹോൾസ്റ്റെയിൻ, ഫ്രീഷ്യൻ, ജേഴ്സി എന്നീ ജനസുകളിൽപ്പെട്ട പശുക്കളെ ഇവിടെ പരിപാലിച്ചു വരുന്നു.